അത് നേരിട്ട് പറഞ്ഞതിന് ആളുകൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ കവിതയിലൂടെ അത് ആളുകൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും എന്നുള്ള ഒരു തിരിച്ചറിവാണ് എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ കവിതയായിട്ട് കാണാൻ ആൾക്കാർക്ക് അറിയില്ല. പ്രത്യേകിച്ചും 1-2 വർഷമായിട്ട് നമ്മുടെ സിനിമയിൽ വയലൻസിൻ്റെ വളരെ ഭീകരമായ രീതിയിൽ വയലൻസ് കാണിക്കുന്നുണ്ട്. അതത്ര ഒരു ആശാസ്യമായിട്ട് കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രമേയം റിവെഞ്ച് മാത്രമൊന്നുമല്ല, ഒരുപാട് കാര്യങ്ങൾ മനുഷ്യനുണ്ട്. മലയാളത്തിന്റെ പ്രിയ കവി ശ്രീ റഫീഖ് അഹമ്മദാണ് നമ്മുടെ കൂടെ. സർ, ഈ തുടങ്ങിയിട്ട് മാതൃഭൂമി അക്ഷരോത്സവം തുടങ്ങിയിട്ട് എല്ലാ വേദികളിലും സജീവമായിട്ട് പങ്കെടുക്കാറുണ്ട്. ഇത്തരം അക്ഷരോത്സവങ്ങളുടെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ലിറ്റററി ഫെസ്റ്റിവലുകളുടെ സംവാദങ്ങളുടെ ഒക്കെ ഒരു പ്രസക്തി ഇന്നത്തെ കാലത്ത് എങ്ങനെയാണ്? തീർച്ചയായിട്ടും വളരെ എല്ലാ കാലത്തും പ്രസക്തമാണ്, ഈ കാലത്തും പ്രത്യേകിച്ചും പ്രസക്തമാണ്. കാരണം ഒരു സാംസ്കാരിക വിനിമയങ്ങൾ ഉണ്ടാകുന്നതും ഭാഷയായിട്ടും സാഹിത്യമായിട്ടും അതുപോലെ നിരവധി പല വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആധികാരികമായിട്ടുള്ള അറിവുള്ള ആളുകൾ വരികയും അവർ പറയുന്നത് കേൾക്കാനും അങ്ങനെ ഒരു കൂടിച്ചേരൽ വളരെ വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഈ ആനന്ദിന്റെ ഒരു ഇന്റർവ്യൂവില് അദ്ദേഹം പറയുണ്ടായി, എഴുത്തുകാരല്ല സാംസ്കാരിക നായകന്മാർ, അവർ നമ്മുടെ സംസ്കാരത്തെ ചലിപ്പിക്കുന്നില്ല എന്നുള്ളത്. അതിനെ കുറിച്ച് എന്താ തോന്നിയിട്ടുള്ളത്? തീർച്ചയായിട്ടും ശരിയാണ്. എഴുത്തുകാരെ ഈ പുതിയ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും എഴുത്തുകാരെക്കാൾ കൂടുതൽ എഴുത്തുകാരല്ല, എഴുത്തുകാരും കൂടി ഉൾപ്പെടുന്ന ഒരു സമൂഹമാണ് സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എഴുത്തുകാർ മാത്രം സാംസ്കാരിക നായകർ എന്ന് പറയുന്നതിൽ കാര്യമൊന്നുമില്ല. എഴുത്തുകാരുടെ മേൽ അങ്ങനെ ഒരു ബാധ്യത കെട്ടിയേൽപ്പിക്കപ്പെടുന്നുണ്ടോ? അത് പൊതുവേ നമ്മുടെ കേരളത്തിലെ ഒരു രീതി അനുസരിച്ചിട്ട് ഇപ്പോൾ ഒരു അറിയപ്പെടുന്ന എഴുത്തുകാരനാണെങ്കിൽ അയാൾ പ്രഭാഷണം കൂടി ആയിരിക്കണം എന്നുള്ളൊരു സങ്കല്പം ഉണ്ട് നമുക്ക്. മറ്റു പല സ്ഥലങ്ങളിലും അങ്ങനെയല്ല, എഴുത്തുകാരെ എഴുതുക മാത്രമേ ചെയ്യുള്ളൂ. പിന്നെ അതുപോലെ അയാൾ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊള്ളണം എന്നുള്ളൊരു ചില ഉദാഹരണങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും അങ്ങനെ ആവണം എന്നുള്ള ഒരു സങ്കല്പം രൂപപ്പെട്ടു വന്നിട്ടുള്ളതാണ്. അതിൽ വലിയ കാര്യമൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. എല്ലാവർക്കും ചിലപ്പോൾ അത്ര ആക്റ്റീവ് ആവാൻ കഴിഞ്ഞൊന്നും വരില്ല, എല്ലാ കാര്യങ്ങളും ഇടപെടാൻ പറ്റുന്നു വരില്ല, എല്ലാവരും നല്ല പ്രഭാഷകരായിക്കൊള്ളുന്നില്ല. എങ്കിൽ പോലും എഴുത്തുകാർ ഉൾപ്പെടുന്ന ഒരു സമൂഹം തന്നെയാണ് സാംസ്കാരിക രംഗത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവർ മാത്രമാണെന്ന് പറയാൻ പറ്റില്ല. അതാണ് ആനന്ദ് പറഞ്ഞതിൻ്റെ ചുരുക്കം ഞാൻ വിചാരിക്കുന്നു. ഇപ്പം ഒരു കവി എന്ന നിലയ്ക്ക് കവിതയിലൂടെയും സോഷ്യൽ മീഡിയയിൽ പോലും ആക്റ്റീവായിട്ട് പല വിഷയങ്ങളിൽ പ്രതികരിക്കാറുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയ കൊലപാതകങ്ങൾ കൂടുതലുണ്ടായ സമയങ്ങളിലൊക്കെ അത്തരം വിഷയങ്ങൾ എഴുതുന്നു, അതിന് കുറേ കല്ലേറുകൾ കിട്ടുന്നുണ്ട്. അങ്ങനെ പല വിഷയങ്ങളിലും അങ്ങനെ എഴുതുന്നുണ്ട്. പക്ഷെ ചില കാര്യങ്ങളൊക്കെ വളരെ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. ഈ അടുത്ത് എഴുതിയൊരു പോസ്റ്റാന്ന് തോന്നുന്നു, എത്ര ശില്പങ്ങൾ തകർക്കണം, എത്ര കാവ്യങ്ങൾ കത്തിയിരിക്കണം, നമുക്ക് കുറച്ച് പ്രബുദ്ധ, ആ രീതിയിൽ അർത്ഥം വരുന്ന ഒരു കവിത ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഇതൊക്കെ ഭയങ്കര തെറ്റിദ്ധരിക്കപ്പെട്ട ആൾക്കാർ വേറെ രീതിയിൽ എടുക്കുന്നുണ്ടല്ലോ. അതിന് ഒരു വിഷമം തോന്നാറുണ്ടോ? അതായത് നമ്മളിപ്പോൾ കവിതയിലൂടെ ഒരു വിഷയം പറയുമ്പോൾ അത് നേരിട്ട് പറഞ്ഞതിന് ആളുകൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ കവിതയിലൂടെ അത് ആളുകൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും എന്നുള്ള ഒരു തിരിച്ചറിവാണ് എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ കവിതയായിട്ട് കാണാൻ ആൾക്കാർക്ക് അറിയില്ല. അത് കവിതയിൽ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഒരു തമാശ നമ്മൾ പറയുമല്ലോ. അതായത് ഒരു അമ്മ കുട്ടിയോട് പറയണം, നീ വികൃതി കളിച്ച് നിന്നെ തല്ലി കൊല്ലും എന്ന് കുട്ടിയോട് അമ്മ പറയുമ്പോൾ കുട്ടി ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വധശ്രമത്തിന് കേസ് കൊടുക്കുക എന്ന് പറഞ്ഞ പോലെ അതിൻ്റെ ധ്വനി എന്താണെന്നുള്ളതോ കവിതയാണെന്നുള്ളതോ ഉൾക്കൊള്ളാൻ പലർക്കും കഴിയുന്നില്ല. അത് കുറച്ചും കൂടി വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് മാത്രമേ എനിക്കുള്ളൂ. ഞാനതുകൊണ്ട് ഫേസ്ബുക്കിലൊക്കെ ഞാനങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു കവിതയായിട്ട് അത്ര ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല. ചില സമയത്ത് ചില കാര്യങ്ങൾ പ്രതികരിക്കാൻ വേണ്ടി തോന്നുമ്പോൾ അതിനൊരു ധ്വനിയുടെ രൂപത്തിൽ പറയുന്നത് മാത്രമേ ഉള്ളൂ. ചില കവിതകൾ ഭയങ്കര ട്രോളായിട്ട് ഇപ്പോൾ വരുന്നുണ്ട്. ഇപ്പൊ ജിജി നീ എവിടെ എന്ന കവിതയെ കുറിച്ച് വലിയ ചർച്ചകളൊക്കെ തന്നെ നടന്നു. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? ഈ കവിതയുടെ ഈ സ്വഭാവമാറ്റത്തെ അല്ലെ ഇതിനെയും കവിത എന്ന് വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഭയങ്കരമായി കളിയാക്കുകയും രണ്ടഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അതിനെങ്ങനെയാ? ഇപ്പൊ ജിജി എന്ന് പറയുന്ന കവിതയെക്കുറിച്ചിട്ട് അതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇപ്പോൾ 2024 അല്ലെങ്കിൽ 2025 ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും അധികം പരിഗണിക്കപ്പെടേണ്ട കവിതയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ ഒരു കവിതയെ പറ്റിയും അങ്ങനെ ചർച്ച നടന്നില്ല. ഈ കവിതയെ പറ്റി മാത്രമാണ് ചർച്ച നടന്നത്. അത് നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ഒരു പൊതു സ്വഭാവത്തെ പ്രത്യക്ഷീകരിക്കുന്നുണ്ട്. ഈ സൊസൈറ്റിയിൽ നടക്കുന്ന പല വിഷയങ്ങളും ആകുലപ്പെടുന്ന ആളുകൾ കൂടിയാണ് കവികൾ. അത്തരത്തിലുള്ള പോസ്റ്റുകളൊക്കെ വരുന്നത്. ഇപ്പോൾ സിനിമയെ കുറിച്ചൊരു പോസ്റ്റ് എഴുതി, ഇപ്പം നമുക്കിപ്പോൾ ഒരുപാട് വയലൻസ് വാർത്തകൾ, കൊലപാതകം, സ്ത്രീധനത്തിന്റെ പേരിലാവട്ടെ, അങ്ങനെ പലതും ഉണ്ടാകുന്നു. അതിനിടയ്ക്ക് സിനിമയെ കുറിച്ചൊരു പോസ്റ്റ് വന്നിരുന്നു, ഇപ്പോഴത്തെ സിനിമകൾ നിറയെ വയലൻസ് ആണ്, അത്തരം സിനിമകളാണ് ഓടുന്നത് എന്ന്. അത് ഭയങ്കരമായി സ്വാധീനിക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ ആസ്വാദനത്തെ സ്വാധീനിക്കുന്നുണ്ടോ? എന്താ തോന്നുന്നത്? അല്ല, നമ്മുടെ കുറച്ച് കാലങ്ങളായിട്ട് പ്രത്യേകിച്ചും 1-2 വർഷമായിട്ട് നമ്മുടെ സിനിമയിലെ വയലൻസിൻ്റെ വളരെ ഭീകരമായ രീതിയിൽ വയലൻസ് കാണിക്കുന്നുണ്ട്. അതത്ര ഒരു ആശാസ്യമായിട്ട് കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല, നമ്മളിപ്പോൾ എല്ലാ സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു 80% സിനിമകളുടെയും പ്രധാന പ്രമേയം അല്ലെങ്കിൽ പ്രതികാരം എന്ന് പറയുന്നത്, റിവെഞ്ച് എന്ന് പറയുന്ന സാധനമാണ്.
മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രമേയം റിവെഞ്ച് മാത്രമൊന്നുമല്ല, ഒരുപാട് കാര്യങ്ങൾ മനുഷ്യനുണ്ട്. സിനിമ മാത്രം കാണുകയാണെങ്കിൽ പിന്നെ കുട്ടികളെ പ്രത്യേകിച്ച് അവർക്ക് അങ്ങനെ തോന്നലുണ്ടാവാം. നമുക്കിപ്പോൾ നമ്മൾ വിക്ടർ ഹ്യൂഗോൻ്റെ പാവങ്ങളിലൊക്കെ ജീൻ വാൾജിൻ്റെ കഥയൊക്കെ നമുക്കറിയാമല്ലോ. അതിൽ വിട്ടുവീഴ്ചയും ക്ഷമയൊക്കെയാണ് അതിൽ പറയുന്നത്. അതാണ് സത്യത്തിൽ പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം. അപ്പോൾ അവർ ഇതാണ് ശരി എന്നുള്ളൊരു അവരുടെ ഉള്ളിലെ തോന്നലിനെ ഒന്നുകൂടി ഉറപ്പിക്കാൻ ഇത്തരം സിനിമകൾ പ്രത്യക്ഷമായോ പരോക്ഷമായോ കാരണമായേക്കാം. കായൽ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് മരണത്തെ പറ്റി ചില വീണ്ടും വിചാരങ്ങൾ എന്നുള്ളതായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ പോസ്റ്റ് വായിച്ചിരുന്നു. എത്ര വ്യർത്ഥമാണ് ഈ ജനനവും മരണവും അതിനിടയ്ക്കുള്ള ആയുസ്സും എന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിലൊരു FB പോസ്റ്റ് ഇട്ടിരുന്നല്ലോ. ജീവിതം അത്ര വ്യർത്ഥമാണെന്ന് തോന്നാൻ കാരണം എന്താ? അല്ല, ജീവിതത്തിന് പ്രത്യേകിച്ചൊരു അർത്ഥമൊന്നുമില്ല. കാരണം അർത്ഥം എന്നുള്ള വാക്ക് തന്നെ നമ്മ ഭാഷയിലെ ഒരു വാക്കാണ്, മനുഷ്യൻ്റെ ഒരു ആശയം മാത്രമാണ്. ജീവിതത്തിന് അർത്ഥം എന്നുള്ളത് നമ്മൾ കണ്ടെത്തേണ്ട ഒരു കാര്യമാണ്. അത് സ്വതസിദ്ധമായിട്ട് ഒരു ജീവിതത്തിനൊരു അർത്ഥമില്ല. ജനിക്കുന്നു, മരിക്കുന്നു, എത്ര ജീവജാലങ്ങൾ മരിക്കുന്നു, അതുപോലെ തന്നെ മനുഷ്യനുള്ളൂ. നമുക്കത് ഈ ഒരു ഞാനെന്നുള്ള ബോധവും പിന്നെ പ്രകൃതിയിൽ നിന്ന് വേറിട്ടതാണെന്നുള്ള ഒരു തരം വിചാരമുള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ അർത്ഥത്തെക്കുറിച്ചൊക്കെയുള്ള വേവലാതി വരുന്നത്. ഒരു ഓന്തിനോ പൂച്ചയ്ക്കോ കഴുതയ്ക്കൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. ഉണ്ടാവും സാധ്യതയില്ല. കാരണം ബ്രെയിനിൻ്റെ ചില പ്രത്യേകതകൾ വെച്ച് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അങ്ങനെ അവനവനുള്ള തോന്നലൊന്നും അവർക്ക് രൂപപ്പെട്ടുണ്ടാവാൻ സാധ്യതയില്ല എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു തോന്നൽ നിൽക്കുമ്പോൾ മാത്രമേ അർത്ഥം എന്ന് പറയുന്നതിനുള്ളൂ. ജീവിതത്തിന് സ്വതന്ത്രമായിട്ട് അർത്ഥമൊന്നുമില്ല. അപ്പോൾ ഇനിയും ഉള്ള കാകളിൽ ഇതുപോലെ തീർച്ചയായിട്ടും വരാൻ സാധിക്കട്ടെ, നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ എല്ലാ കാലത്തും. ഇത്തരം ചർച്ചകളൊക്കെ സജീവമായി നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് കൂടിയുള്ള ചർച്ചകളൊക്കെ അത് വേണം. നമ്മൾ പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ, മാറ്റിവെക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ തന്നെ വീണ്ടും നമ്മുടെ ഇതിലേക്ക് വരണം, ചർച്ചാവേദിയിലേക്ക് വരണം. സന്തോഷം.